വാർത്തയിലേക്കാണ്. കണ്ണൂർ പൈതൽമല മഞ്ഞപ്പുല്ലിൽ ട്രക്കിങ്ങിനിടെ ഇടിമിന്നലേറ്റ് യുവതിക്ക് ദാരുണാന്ത്യം. പൈതൽമല വ്യൂ പോയിന്റിലെത്തിയ അഞ്ജു മാത്യു ആണ് മരിച്ചത്. ഭർത്താവ് സോനു സെബാസ്റ്റ്യനും ഫോറസ്റ്റ് വാച്ചർ സതീഷിനും ഗുരുതരമായി പരിക്കേറ്റു. പ്രദീപ് നാരായണൻ കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. പ്രദീപ്, ഈ പൈതൽമല അത് ടൂറിസ്റ്റ് സ്പോട്ടാണ്, മാത്രമല്ല അത് വളരെ ഉയരത്തിലുള്ളൊരു പ്രദേശം കൂടിയാണ്, എല്ലാവർക്കും അറിയുന്നത് പോലെ. അവിടെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത്. എന്താണ് ഉണ്ടായതെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴയൊക്കെ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് ഉണ്ടായത്? പ്രജിൻ, ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ശക്തമായ ഇടിമിന്നൽ ഉണ്ടായത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴയ്ക്ക് അല്പം കുറവുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ സമയത്താണ് ഇടിമിന്നലോടുകൂടി മഴ പെയ്ത് 6 മണിക്കായിരുന്നു സംഭവം. ഇവർ ട്രക്കിങ്ങിന് എത്തിയതായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. സ്വാഭാവികമായും ശനി, ഞായർ ദിവസങ്ങളിൽ ഏറെ ആളുകൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇന്ന് ഒരു 1000-ഓളം ആളുകൾ ഈ പൈതൽമല മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇപ്രകാരം ട്രക്കിങ്ങിനായിരുന്നു ഈ അഞ്ജു, അതുപോലെ തന്നെ ഭർത്താവ് സോനു സെബാസ്റ്റ്യൻ എന്നിവർ അടങ്ങിയ സംഘം പോയത്. അവർ പൈതൽമല വ്യൂ പോയിന്റിലെത്തിയ സമയത്താണ് ഇങ്ങനെ ഇടിമിന്നൽ ഉണ്ടാകുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന ഫോറസ്റ്റ് വാച്ചർ സതീഷിനും പരിക്കേറ്റു. ഈ പറയുന്ന അഞ്ജു തത്സമയം മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സോനു സെബാസ്റ്റ്യൻ, സതീഷ് എന്നിവരെ കരുവഞ്ചാലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ട അഞ്ജു പുളിങ്ങോം വില്ലേജ് ഓഫീസിലെ ജീവനക്കാരിയാണ്, ചെറുപുഴ സ്വദേശിയാണ്. പ്രജിൻ. യെസ്, പ്രദീപ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രദീപ്, അതോടൊപ്പം തന്നെ ആ മേഖലയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? മഴ അത് ഇപ്പോഴും തുടരുന്നുണ്ടോ? കാരണം ഇത് കൃത്യമായൊരു മുന്നറിയിപ്പ് കൂടിയാണ് ജനങ്ങൾക്ക്. കാരണം ഈ സമയങ്ങളിലൊക്കെ തന്നെ ഈ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ നൽകുന്നുണ്ട്. പക്ഷേ മഴ കുറവായതുകൊണ്ടായിരിക്കാം സഞ്ചാരികൾ കൂട്ടത്തോടെ അവിടേക്ക് എത്തിയതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. മഴ കുറവായതിനാലും പിന്നെ അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് അധികം ആളുകൾ ഈ പൈതൽമല ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂട്ടമായി എത്തുന്നത്. ഇന്ന് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നായിരുന്നു, അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു മഴ വന്നത്. പക്ഷേ അത് പ്രതികൂല കാലാവസ്ഥ ഈ രക്ഷാപ്രവർത്തനം തടസ്സമായി എന്ന് പറയുന്നുണ്ട്. ഇവരെ താഴെ ഇറക്കാനൊക്കെയും മണിക്കൂറുകൾ എടുത്തു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്രകാരം ഈ കാലാവസ്ഥ മുന്നറിയിപ്പില്ല എങ്കിൽ കൂടിയും കാലവർഷമാണ്. ജൂൺ, ജൂലൈ മാസങ്ങളിലൊക്കെ തന്നെയും ശക്തമായ മഴ ഉണ്ടാകും, ഇടിയുണ്ടാകും. അതുകൊണ്ട് അത് ഒരു മുന്നറിയിപ്പില്ലെങ്കിൽ കൂടിയും ഒരു മുൻകരുതലായി ആളുകൾ ഇത്തരം ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ഉൾപ്പെടെ സഞ്ചരിക്കുന്നത്, ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള ഉപാധികൾ, വിനോദോപാധികളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഒരു മുന്നറിയിപ്പ് കൂടിയായി ഇത്തരം ഒരു അപകടത്തെ കൂടി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ ദാരുണമായ, സങ്കടകരമായ ഒരു സംഭവമാണ് ഈ പൈതൽമലയിൽ ഉണ്ടായിരിക്കുന്നത്. വൈകുന്നേരം 6 മണിക്കാണ് ഈ ഒരു ഇടിമിന്നലിൽ യുവതി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പ്രജിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.